പുതിയ ചട്ടിയിൽ മീൻകറി ഉണ്ടാക്കാം. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ചട്ടിയിൽ മീൻകറി ഉണ്ടാക്കാൻ പോണത്. ഇത്രയും നാളും ഞാൻ അല്ലാത്ത പാത്രത്തിലല്ലേ ഉണ്ടാക്കിയത്. നമുക്ക് പുതിയ ചട്ടിയുണ്ട്, ചട്ടിയിൽ മീൻകറി ഉണ്ടാക്കാം. വേണ്ടിയിട്ട് ഇതൊക്കെ അരിഞ്ഞായിരുന്നു. അപ്പം വെളുത്തുള്ളി ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും വെളുത്തുള്ളി കൊണ്ടാണോ മീൻകറി ഉണ്ടാക്കണത്, നമുക്കൊരു വെറൈറ്റിക്ക് വെളുത്തുള്ളി ഇല്ലാതെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി. എൻ്റെ ഭാഗ്യത്തിന് ഇതൊക്കെ ഇടണേന് മുന്നെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കയ്യിൽ പുളി ഉണ്ടായില്ല ഗൈസ്. ഞങ്ങളുടെ അങ്ങോട്ടേക്ക് തോട്ടുപുളി കൊണ്ടാണ് ഞങ്ങൾ മീൻകറി ഉണ്ടാക്കുക. എന്നിട്ട് ഞാനിവിടെ കടയിൽ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ അറിയാൻ പാടില്ല തോട്ടുപുളി എന്താണെന്ന്. ഇവർ പറയണത് കുടംപുളി എന്നാണ്. ഇതേ സാധനം എൻ്റെ നാട്ടിൽ നിന്ന് തോട്ടുപുളി എന്നാ പറയാ. യെസ്. സെക്കൻഡ്, നമുക്ക് കതവ് തുറന്നിടാം. അഥവാ ഗ്യാസ് എങ്ങാനും പൊട്ടിത്തെറിക്കുവാണെങ്കിൽ ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് നമുക്കിനി ആ ഡോറ് തുറക്കാം. നമ്മൾ സേഫ് ആയിരിക്കുന്നു ഗൈസ്. ഓയിൽ, വെളുത്തുള്ളി. ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ഉണ്ടായില്ലാന്ന്. ചിലപ്പോൾ എൻ്റെ കറിയിൽ വെളുത്തുള്ളി ഉണ്ടാവില്ല, ചിലപ്പോൾ ഇഞ്ചി ഉണ്ടാവില്ല. ഇങ്ങനെയാണോ മീൻകറി വെക്കണേന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പഠിച്ചത് മത്തിക്കറിയാണ്. എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മത്തിക്കറിയാണ്. ചട്ടി ചൂടായിരിക്കുന്നു. എനിക്കിനി എണ്ണ, ഉലുവ. നെക്സ്റ്റ് നമുക്ക് ഇതൊക്കെ ഇടാം. ചട്ടി അടയ്ക്കാനുള്ള അടപ്പില്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരടപ്പ് കൊണ്ട് നമ്മൾ ചട്ടി അടയ്ക്കാം. ഇതിപ്പോ ചട്ടിയേക്കാളും വലിയ അടപ്പായി. മസാലകൾ ഇടാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മടിച്ച് മീൻകറിയാണ്.